എഫക്റ്റിൽ നിയമന ഉത്തരവുകൾ വെട്ടിക്കുറച്ച IT കമ്പനികൾ. താരിഫ് യുദ്ധം മൂലമുണ്ടായ സാമ്പത്തിക അനിശ്ചിതത്വത്തിൽ ഡിമാൻഡ് 5-1 കുറഞ്ഞു. അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയും ഇന്ത്യയിലേക്കുള്ള ചൈനയുടെ ഇറക്കുമതിയും എക്കാലത്തെയും ഉയർന്ന നിലയിൽ. 2024-25 ഇന്ത്യയുടെ മൊത്ത ചരക്ക് സേവന കയറ്റുമതി മുൻ വർഷത്തേക്കാൾ 5.5% ഉയർന്ന $820.93 ബില്യൺ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ ഉടൻ ലൈസൻസ് ലഭിച്ചേക്കും. കമ്പനി അധികൃതർ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുമായി ചർച്ച നടത്തി. UAEയിൽ എമിറേറ്റ്സ് ഐഡിക്ക് പകരം ബയോമെട്രിക് സാങ്കേതിക വിദ്യ ഉടൻ ഉപയോഗത്തിൽ വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള പദ്ധതി അടുത്ത വർഷം മുതൽ പ്രാബല്യത്തിൽ വരും. റെക്കോർഡ് കുതിപ്പ് തുടർന്ന സ്വർണ്ണ വിപണി. ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 8,920 രൂപയും പവന് 840 രൂപ വർദ്ധിച്ച് 71,360 രൂപയുമായി.